ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തേത് നമ്മുടെ ഒരു ലോങ് വീഡിയോ ആണ്. അതും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ക്ലിപ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാനാണ് ഇഷ്ടം എന്ന് വെച്ചിട്ട്. സോ അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡെയിലി വ്ളോഗ്സ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു ഒരാൾക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടല്ലോ, അപ്പം എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. നോർമൽ ഡേയ്സിനെ എണീക്കണേനേലും കുറച്ച് നേരത്തെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഓഫീസിലൊന്നും പോകാനില്ലാത്തതുകൊണ്ട് അങ്ങനെ നേരത്തെ എണീക്കാറില്ല. ഇപ്പം എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും പോകാനുണ്ട്, പർച്ചേസ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ രാവിലെ എണീച്ച് നേരത്തെ ജോലികളൊക്കെ തീർക്കാറുണ്ട് കേട്ടോ. മോർണിംഗ് പേഴ്സൺ ആവാന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു വിഷ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡിലും ഈ വർഷത്തെ വിഷൻ ബോർഡിലൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലോ മോർണിംഗ് എന്നുള്ളതൊന്ന് എൻ്റെ ഒരു റൂട്ടീനാക്കി എടുക്കണം എന്ന്. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, പറ്റണില്ല. ഒട്ടും രാവിലെ എണീക്കാൻ പറ്റാറില്ല. പിന്നെ എണീക്കും ചിലപ്പോൾ 2 ദിവസം എണീക്കും, 3-ാമത്തെ ദിവസം എണീക്കാൻ പറ്റാറില്ല. മെയിനായിട്ട് തലേ ദിവസത്തെ ഉറക്കമുണ്ട്, കാരണം ഞാൻ അങ്ങനെ നേരത്തെ ഉറങ്ങണ കൂട്ടത്തിലല്ല. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ രാവിലെ എണീക്കാൻ പറ്റാത്തത്. പക്ഷെ ഈ വർഷം തീരണതിന് മുമ്പ് രാവിലെ എണീക്കണ ഒരു പേഴ്സൺ ആവണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നടന്നാൽ മതിയായിരുന്നു. ഇനി ആയപ്പോൾ മുതൽ ഞാൻ എപ്പോൾ എണീച്ചാലും അതിന് മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ കിടക്കാറുള്ളൂ കേട്ടോ. അതിനുള്ളിൽ അതിനും എൻ്റെ കൂടെ എണീച്ച് വരാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെ സെയിം ആയിരുന്നു. ഞാൻ എണീച്ച് കുറച്ചൊരു കഴിഞ്ഞപ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിനും എണീച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉറക്കം റെഡി ആയിട്ടുണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് രാവിലെ എണീച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോ അതിനൂൻ്റെ അംഗൻവാടിയിൽ ഒരു 8:30 എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എണീച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കും ഞാനും അതിനൂനും ചായ തന്നെ ഉണ്ടാ. അതിന് കുറച്ച് നാൾ വരെയും പാലാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ പാൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ചായ തന്നെ കേട്ടോ കൊടുക്കാറുള്ളത്. ഉണ്ടല്ലോ ഈ ഒരു ഹാബിറ്റും നല്ലോണം സ്റ്റോപ്പ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ചായ കുടിക്കൽ അങ്ങനെ നിർത്താൻ പറ്റാറില്ല കേട്ടോ. ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഗ്രീൻ ടീയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ബാക്ക് ടു ചായയിലോട്ട് തന്നെ വരാറുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും ഈ മൺഡേ മുതൽ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ എന്തായാലും വിചാരിച്ചിട്ടുണ്ട് ഗ്രീൻ ടീ തന്നെ കുടിക്കണം, ചായ കുടിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കാരണം വെയിറ്റ് നല്ലപോലെ കൂടിയും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തുണി രാവിലെ തന്നെ ഇങ്ങനെ ചായ കുടിക്കണ ഹാബിറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതും കുടിച്ച് ശീലമാക്കണത്. അതിനും കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ അതിനും ചോദിച്ച് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കുടിക്കണാണോ ചോദിക്കുമല്ലോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനൊരു സ്കാനിങ്ങിന് പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ്, സെക്കൻഡ് പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൂടുതൽ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രഗ്നൻസി ആണല്ലേ എന്നൊക്കെ ആയിരുന്നേ. കുറച്ച് നാളായിട്ട് വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ആവാൻ തുടങ്ങി. അതായത് ഒറ്റയടിക്കൊക്കെ 5-6 കിലോയൊക്കെയാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. സോ കൈയിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്കിൻ ഇങ്ങനെ ക്രാക്ക് ആവണത്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. ഗൈനക്കിന് അവിടെ ഫ്രീ ആയി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് കാണിച്ചതാണ്. അങ്ങനെയാണ് അവർ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്കാനിങ് കഴിഞ്ഞപ്പോഴേക്കും PCOD ആണ്, ജസ്റ്റ് സ്റ്റാർട്ടിങ് ലെവലാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം തന്നെ ഡയറ്റ് എടുത്ത് ഒന്ന് വെയിറ്റ് നല്ലപോലെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പഴയ പോലെ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടും പെട്ടെന്ന് വിചാരിച്ചാൽ കുറക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ എങ്ങനെയും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് മൺഡേ മുതൽ എന്തായാലും ഡയറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഡയറ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്കറിയണത്, എന്നെ കൊണ്ട് പറ്റണത് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. വ്ലോഗിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവണം ഇങ്ങനെ ജനൽ തുറക്കലായിരിക്കും കേട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈറ്റ് എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുമോ അത്രയും ലൈറ്റ് കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എണീച്ച് അപ്പം തന്നെ മാക്സിമം ഉള്ള ജനലൊക്കെ ഞാൻ തുറന്നിടാറുണ്ട് കേട്ടോ. കിച്ചണിലെ ജനൽ ഞാൻ ചായ കുടിച്ചതിന് ശേഷം മാത്രമേ തുറക്കാറുള്ളൂ. അതെന്താ അങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെയുണ്ട് ശീലമുള്ളത്. ചായ കുടിച്ചതിന് ശേഷമുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് തലേ ദിവസം വാഷ് ചെയ്ത പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അതിന്റെ സ്ഥലത്ത് തന്നെ എടുത്തു വെച്ചോണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ നോക്കിയപ്പോൾ അതിന് വന്നിട്ട് ബിസ്ക്കറ്റ് കഴിച്ചതിന്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണേ. അംഗൻവാടിയിൽ 8:30 എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് കഴിക്കാനുള്ള ടൈമും ഇല്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചേ. അതിനു മാത്രം ഉണ്ട് ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. ഞാൻ അത് ജസ്റ്റ് ബട്ടർ തന്നെ തേച്ചിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മാക്സിമം വീറ്റ് ബ്രെഡ് വാങ്ങിക്കാനാണ് നോക്കാറുള്ളത്. പിന്നെ ഇങ്ങനെ കിട്ടിയില്ലാന്നുണ്ടെങ്കിലാണ് നോർമൽ ബ്രെഡ് വാങ്ങിയിട്ട് കഴിക്കണത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണതിന്റെ ഇടക്കായിട്ട് ഞാൻ അത് അരിയൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്ക് റെഡി ആവുള്ളൂ. അതിനെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് നോക്കിക്കോളാന്ന് പറയട്ടെ. അപ്പൊ ഞാൻ അത് അതിന് എണ്ണ ഇട്ടോണ്ടിരിക്കണേ തലയിൽ. ജസ്റ്റ് തലയ്ക്ക് ഒന്ന് വാഷ് ചെയ്യാന്ന് വിചാരിച്ചേ. അതിന്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ അത് ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്യാപ്പിൽ ഞാൻ അതിനു ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ച് അതിനു കഴിക്കാൻ വേണ്ടി കുറെ ടൈം എടുക്കാറുണ്ട്. ഇത്ര ചെറുതിലെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കഴിക്കുമായിരുന്നു. ഇപ്പൊ വലുതായപ്പോൾ മുതൽ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു അരമണിക്കൂർ എങ്ങനെ വന്നാലും പിടിക്കും, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലേ ദിവസം തന്നെ ക്ലീനിങ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് ഡ്രസ്സൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്. തലേ ദിവസം അംഗൻവാടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ അതിന് ഫ്ലാഗും പിന്നെ അങ്ങനത്തെ ഫ്ലാഗ് വരുന്ന ബുഷും
അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനായെന്ന് വെച്ചാൽ ആക്ച്വലി ആയിട്ടൊന്നുമില്ല. പിന്നെ ആ ഒരു ബോയുടെ ലുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. പറഞ്ഞാൽ അയിനുവിന്റെ അംഗൻവാടി അപ്പുറത്തെ സ്റ്റോപ്പിലാണ്. ഞങ്ങൾക്ക് ശരിക്കും അയിനുവിന്റെ അംഗൻവാടി വരുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അവിടെ അല്ല ആക്കിയേക്കണം, നാദുവിന്റെ വീടിന്റെ സൈഡിലുള്ള അംഗൻവാടിയിലാണ് ആക്കിയേക്കണത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പോകണം, നടന്നതിനെ എത്തൂല. അംഗൻവാടിയിൽ പോണ വഴിക്ക് ഇവിടെ നിന്ന് ഈ ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അയിനുവിന് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പണ്ട് മുതൽ കേൾക്കാനുള്ള സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിക്കരുതെന്ന് അതേപോലെ തന്നെ അയിനുവിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ അതിനെ അവരറിയാത്തത് കൊണ്ടിട്ടും അതിനൊരു ചോക്ലേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കണുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അതൊക്കെ ഞാനാണ് വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എഗ് ഹോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 8:45 പക്ഷെ ഞങ്ങളോട് എല്ലാവരോടും 8:35 വരണം, ലേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആവാണ്ട് തന്നെ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അംഗൻവാടി തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിലാണ് പിന്നെ ഞങ്ങൾ എത്തിയതിന് ശേഷം വരുന്ന ടീച്ചർ വന്നിട്ട് അംഗൻവാടിയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത്. ഇനിയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എല്ലാവരോടും ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ. ആ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിനു അവിടെ ഇരുത്തിയിട്ട് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം എല്ലാവരും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും 80ാമത് സ്വാതന്ത്ര്യത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തോന്നുന്നു അതിനു ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യണതൊക്കെ. ഇതിന് മുമ്പ് ഡേ കെയറിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഡേ കെയറിൽ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടാണ് അതിനെ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ നിൽക്കണതാണ്. അംഗൻവാടിയിൽ നിന്നും അത്യാവശ്യം ചോക്ലേറ്റ്സും പിന്നെ ഒരു ന്യൂട്രി ലഡു എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ബസ് സ്റ്റോപ്പിലുള്ള ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് ലഡു ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിനു ലഡു വലിയ താല്പര്യമില്ല. അതുകൊണ്ടിട്ട് ഞാൻ തന്നെയാണ് രണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി രാവിലെ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മിക്കും എല്ലാവർക്കും കാണിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നേരത്തെ എണീച്ചത് കൊണ്ടിട്ട് തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ചെറിയൊരു സെൽഫ് കെയർ ഡേ ഒക്കെ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നില്ലേ കൈയുടെ പ്രശ്നം, അതായത് ക്രാക്ക് വീഴുന്ന പ്രശ്നമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഹെയർ വാഷ് ഒന്നും അധികം ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. കാരണം അതിന്റെ ഇടയിൽ ഹെയർ പോയി കഴിയുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണ്. സോ അതുകൊണ്ടിട്ട് ഇന്ന് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴേക്കും ചെറിയൊരു റിലീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് നല്ലോണം ഹെയർ ഓയിലൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ആയാലും ഹെയർ ഓയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും. ആ ഒരു ഗ്യാപ്പിൽ ചെറിയൊരു ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പൗഡറാണ്. ഈ പൗഡർ എന്നൊന്നുമില്ല, നമ്മുടെ കടലപ്പൊടിയും കുറച്ച് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ഫേസ് പാക്ക് ഒക്കെ ഇടാന്ന് തോന്നിക്കഴിഞ്ഞാലും ഇത് മിക്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മടി കാരണം മിക്ക ദിവസങ്ങളും ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നിക്കാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ കേട് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. എന്റെ ടോയ്ലറ്റ് ക്ലീനിങ് ഡേ ആയിരുന്നേ. അതുകൊണ്ട് ടോയ്ലറ്റും കഴുകിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നേ. വലിയ ബോട്ടിൽ ഷാമ്പു തീർന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാക്കറ്റ് ഷാമ്പു ആണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ നിസ്കരിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. സുബയൊന്നും നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുളിച്ചപ്പോൾ തന്നെ സുബയൊക്കെ കളാ വേണ്ടിയിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോണതിന് മുമ്പായിട്ട് വാപ്പി വന്നിട്ടുണ്ടായിരുന്നേ. വാപ്പി വന്നപ്പോൾ 2 ഗ്ലാസ് പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. വാപ്പിയുടെ യൂണിയൻ ഓഫീസിൽ നിന്ന് എന്താണെന്ന് പറഞ്ഞത്. ആ ഒരു ഗ്യാപ്പിൽ ഞാനൊരു പായസം എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോഴേക്കും ഞാനും അതിനും കൂടി കാറൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണേണ്ട. ഉച്ചത്തേക്ക് കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, കുറച്ചെന്ന് പറഞ്ഞാൽ 2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും കട പൂട്ടി കിടക്കണായിരുന്നു. പിന്നെ ചേച്ചീനെ വിളിച്ച് കട തുറന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് വീട്ടിലോട്ട് പറഞ്ഞാണ്. എന്ന് പറയണ ഒരുപാട് നടക്കാനൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അപ്പുറത്ത് തന്നെയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന തക്കാളിക്കറി വെക്കാം, പിന്നെ കേടും ജസ്റ്റ് ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ താമസിക്കുന്ന വീട്ടിലുണ്ടല്ലോ 2 റൂമുണ്ട്. അതിനകത്ത് ഒരു റൂമിലാണ് ഞങ്ങൾ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു റൂം ജസ്റ്റ് വെറുതെ കിടക്കണാണ്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തുണിയൊന്നും അങ്ങനെ ഉണങ്ങി കിട്ടാറില്ല. അപ്പൊ അവിടെ ഒരു അഴ കിട്ടിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് തുണിയൊക്കെ വിരിച്ചിടാറുള്ളത്. അപ്പൊ വെയിലുള്ളതുകൊണ്ട് തന്നെ ആ തുണികളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. വരെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇരുന്ന് ഇത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ബാക്കി ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നാദുവിന്റെ ഫോണിലായിരുന്നു. ഈ ഒരു ക്ലിപ്സ് ഒക്കെ എടുത്തത് നാദുവിന്റെ ഫോണിലാണ്. ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോണിൽ സ്റ്റോറേജ് പ്രശ്നം കാരണം ഞാൻ കൂടുതൽ വീഡിയോസ് നാദുവിന്റെ ഫോണിലാണ് എടുത്തു വെക്കാറുള്ളത്. സോ ഇങ്ങനത്തെ വീഡിയോസും കൂടി എടുത്ത് വന്നപ്പോഴേക്കും നാദുവിന്റെ ഫോണിലെ സ്റ്റോറേജും ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ വ്ലോഗ്സ് ഒക്കെ ഇനിയും കാണണം എന്നാണെങ്കിൽ ഒരു കമന്റ് ഇട്ടാൽ മതി. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് ബൈ.